ഞാൻ വേറെ ലെവലാണെന്ന് സ്വയം തോന്നിയ നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത്രയും സീരിയലൊക്കെ അഭിനയിച്ചല്ലേ? വേറെ ലെവലോ? എന്നാലും ഒരു പ്രൗഡ് മൊമെന്റ്. അയ്യോ, ഞാനൊരു സാധാരണ ഒരു പെൺകുട്ടിയാ. വീട്ടിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധാരണ, അല്ല വേറെ ലെവലാണെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാനായിട്ട് ഇപ്പൊ എന്താ ഉള്ളത്? ഇല്ലില്ല, വേറെ ലെവലൊന്നും, സാധാരണ ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഫീലിങ്സും അടങ്ങുന്ന ഒരു പെൺകുട്ടി, അത്രേ ഉള്ളൂ. കൂടെ ഉള്ളവർ ഓരോ അയ്യോ ഞാൻ കാണിച്ചില്ല. കൂടെ ഉള്ളവർ ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്ത്? കൂടെ ഉള്ളവരെ ഓരോ മുട കാണിച്ചതിന്റെ പേരിൽ അനാവശ്യ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. ആരെങ്കിലും കാരണം? ഇല്ല ഇല്ല ഇല്ല. അടുത്ത്, ഞാനല്ലെങ്കിൽ ആരുടെ അമ്മ കൂടെ ഉണ്ടാവാറുണ്ട്. വേറെ അമ്മ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മേനെയാണോ ഉദ്ദേശിച്ചത്? അമ്മ അങ്ങനെ കുഴപ്പക്കാരിയൊന്നുമല്ല. ഇപ്പോഴും അമ്മ ഇവിടെ ഇവിടെ അമ്മ അങ്ങനെ കുഴപ്പക്കാരിയൊന്നുമില്ല. അമ്മ കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില കണക്കുകൾ വീട്ടാനുള്ളതാണെന്ന് കരുതി മനസ്സിൽ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലേ? അതുമില്ലേ? കണക്ക് വീട്ടുന്നാണ് പണി ഇവിടെ. പണി ഞാനങ്ങനെ പ്രതികാരം വീട്ടുക അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഐ ഓൾവേസ് ബിലീവ് ഇൻ കർമ്മ. കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട്. നമുക്കത് എന്താ പറയാ, അങ്ങനെ പ്രതികാരം വീട്ടുക, നമുക്ക് നമ്മളുടെ സന്തോഷത്തിന്റെ പുറകെ പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവരോട് പോയിട്ട് പ്രതികാരം വീട്ടണം. എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇങ്ങനെ പറയാ, ഞാൻ ആ നമ്മളുടെ വേൾഡിൽ അവരില്ലാത്ത രീതിയിൽ ഞാൻ പിന്നെ ആ ഫേസേ കാണൂല. ഇല്ല, അത് ഞാൻ എൻ്റെതായിട്ടുള്ള സന്തോഷത്തിൽ അല്ലെങ്കിൽ എനിക്ക് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, ചുമ്മാ റിവെഞ്ചിന്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ എന്താണോ ചെയ്യുന്നത് തിരിച്ച് നമുക്ക് എപ്പോഴായാലും നമുക്ക് കിട്ടിയിരിക്കും. ഐ ഓൾവേസ് ബിലീവ് ഇൻ കർമ്മ. ഒരു സിനിമ കണ്ടിട്ട് ഞാൻ കൂടെ അതിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് ആശിച്ചിട്ടുണ്ട്? ഒരുപാട് വട്ടം. ഉണ്ടോ? ഏതൊക്കെയാ? 2 പടം പറ. എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് പറയാനാണെങ്കിൽ കൊറേ പടം തോന്നിയിട്ടുണ്ട്. ഇതിൽ ഒരു പടമായിട്ട് എനിക്ക് ഉണ്ടോ? ഏതെങ്കിലും കാണും. ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടത് ഏതാ? പാച്ചു ഉണ്ടായിരുന്നു, പാച്ചു അത്ഭുത വിളക്കും. അത് കണ്ടപ്പോ എനിക്ക് തോന്നി അതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. സിനിമയുടെ ഭാഗമാവണോന്നാണോ തോന്നി അതിലെ, അതോ നായിക ചെയ്ത ക്യാരക്ടർ? അങ്ങനെയല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു നല്ല സിനിമ കാണുമ്പോഴത്തേനും എനിക്ക് കൂടുതലും പഴയ പടങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് കിലുക്കം തോന്നിയിട്ടുണ്ട്. അതില് രേവതി മാം ചെയ്ത ക്യാരക്ടറില്ലേ, അടിപൊളിയല്ലേ? പിന്നെ മറ്റേ മിന്നൽ മുരളിയിലെ ഷെല്ലി ചേച്ചി ചെയ്ത ക്യാരക്ടറില്ലേ, അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് സിനിമ കാണുമ്പോന്ന് മാത്രല്ല, ഇപ്പൊ നമ്മള് റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, എനിക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നും. മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ മനുഷ്യരോട് നിരുപാധികം ക്ഷമിക്കാനുള്ള മാനസിക ശക്തി സ്വയം ഞാൻ ആർജിച്ചിട്ടുണ്ട്. ക്ഷമിക്കാനുള്ള ശക്തിയാ? ക്ഷമിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളോട് തെറ്റ് ചെയ്തവരുടെ ഒക്കെ നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന നമ്മൾക്ക് തന്നെയാ ബുദ്ധിമുട്ട്. പെട്ടെന്ന് ഇപ്പൊ ഒരു ദിവസം ഇന്ന ആളായിട്ട് മാറാനുള്ള ശക്തി കിട്ടുക, എന്തായിട്ട് മാറും? ആരായിട്ട് മാറും? ഇന്ന ആളായിട്ട് മാറാനോ? എനിക്ക് ആളായിട്ട് മാറണ്ട. ഞാൻ മേഘനായിട്ട് തന്നെ ജീവിച്ചത് എനിക്ക് തീർന്നിട്ടില്ല, സന്തോഷം തീർന്നിട്ടില്ല. എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോഴെനി വേറെ ആളായിട്ട് മാറാൻ പോണ ഞാൻ. അല്ല, അങ്ങനെ എന്തിനു ചെയ്ത് തീർക്കാനായിട്ട് അങ്ങനെ ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് ലൈഫിൽ വലിയൊരു ഡ്രീം എന്താ? വലിയ ഡ്രീമോ? നമുക്കൊരു ഡ്രീം ഉണ്ടാവില്ലേ? സത്യം പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഇതായിട്ട് എക്സാജറേറ്റ് ചെയ്യാണ്, ചുമ്മാ പറയാം. എനിക്ക് ഒരു ഡ്രീമും ഇല്ല ഇപ്പോ. ഒരു ഡ്രീം എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ആരെങ്കിലുമായിട്ട് മാറണമെന്ന് വെച്ചാൽ സത്യമായിട്ടും എനിക്ക് ആഗ്രഹമില്ല. കാരണം ഇപ്പോഴുള്ള മേഘ്ന എന്ന് പറയുന്നത് ആ ഒരു ലൈഫിൽ ആ ട്രാവൽ ഉണ്ടല്ലോ, അത് ഒരുപാട് ലെസൺസ് ആയിരിക്കാം, ഒരുപാട് നല്ല സന്തോഷങ്ങളായിട്ടുള്ള
സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കാം. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പൊ നിൽക്കുന്ന ഒരു മേഘനായിട്ടുള്ളത്. ഈ മേഘന തന്നെ മതി, വേറെ ആരായിട്ടും മാറണ്ട. ആളുകളുടെ സ്നേഹപ്രകടനം കാരണം വീർപ്പ് മുട്ടി ശ്വാസം മുട്ടിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? പറ. എനിക്ക് മലബാർ ഏരിയയിൽ പോയപ്പം അവിടെ 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 ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലായിടത്തും സ്നേഹമാണ്. അവിടെ വെച്ച് കഴിഞ്ഞാല് ഈ ചന്ദനമഴ ആ സമയം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഭയങ്കര എന്താ പറയാ, അവർക്കൊന്ന് ജനലിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കും തിക്കും ബഹളമൊക്കെ കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. ആ ഒരു എനിക്ക് അതൊക്കെ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതാ ഞാൻ പറയാം, അത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. എന്നിട്ട് ആൾക്കാരുടെ ബഹളം കൂടിയിട്ട് ഒരു സൈഡില് ഇങ്ങനെ തിക്കി വന്നപ്പോഴത്തേനും ഒരു സൈഡില് മിറർ പൊട്ടിപ്പോയി. അപ്പൊ ഇവര് എന്നെ കൊണ്ടുപോയിട്ട് വേറൊരു റൂമിലേക്ക്, അല്ലല്ലേ വേറൊരു അത്രയും തിക്കായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര വലിയ കാര്യം. ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഒരു റൂമിൽ നമ്മൾ ഇരുന്നപ്പോഴത്തേനും ആ ജനലൊന്ന് തുറന്നാൽ മതി കാണാനാന്ന് പറഞ്ഞപ്പോഴത്തേനും അത്രയും ഇഷ്ടമാണോ എന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലല്ല കാണുന്നേ. അവരുടെ വീട്ടിലൊരു കുട്ടി ഒരുപാട് നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർക്കൊരു എക്സൈറ്റ്മെന്റ്, ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ ശരിക്കും കണ്ണറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നോ? ട്രോളാനുള്ളതൊക്കെ കിട്ടിയിട്ടില്ലേ? അടുത്തതായി ഒരു പ്രാങ്ക് കോളാണ്. മേഘന ചേച്ചിയുടെ ഫ്രണ്ടായ ആലീസ് ക്രിസ്റ്റീനയാണ് പ്രാങ്ക് ചെയ്യുന്നത്. ചേച്ചി വിളിക്കല്ലേ? ഹലോ ചേച്ചി. എന്താടി വയ്യേ? ഇല്ല ചേച്ചി, ഉറക്കമായിരുന്നു, പറഞ്ഞോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഫ്രീ ആണോ സംസാരിക്കാനേ? ശരി. ഷൂട്ടിലാണോ? അല്ല ചേച്ചി, വീട്ടിലുണ്ട്. വീട്ടിലുണ്ടോ? നീ റീസെന്റ് ആയിട്ട് എവിടെയെങ്കിലും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നോ? സിംഗിൾ ഇന്റർവ്യൂ? ഏത് ഇന്റർവ്യൂ? എനിക്ക് ഇങ്ങനെ ഭയങ്കര കോൾസ് വന്നോണ്ടിരിക്കുക, അതാ ചോദിക്കുന്നത്. ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും കൊടുത്തില്ലെന്ന് തോന്നുന്നു. എന്താ പറ്റി? ഏതോ ഒരു ഇന്റർവ്യൂല് എന്തോ എന്നെ പറ്റി എന്തോ സംസാരിച്ചിട്ടുണ്ട്, ഭയങ്കര മോശമായിട്ടാ സംസാരിച്ചേക്കണെന്നൊക്കെ പറയുന്നു. ഇല്ല, ഞാൻ ഇടയ്ക്ക് ഇന്റർവ്യൂ ഒന്നും കൊടുത്തില്ല. എനിക്ക് ഇങ്ങനെ കോൾസ് വന്നോണ്ടിരിക്കുക. ആലീസ് എന്താ ഇങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു. ഇന്റർവ്യൂ അയച്ചു തരാൻ പറ ചേച്ചി. ആണോ? നീ കൊടുത്തിട്ടില്ലെന്ന് ഉറപ്പാണോ? എന്റെ ഓർമ്മയില് ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ കൊടുത്തത് ഒരു 3-4 മാസത്തിനൊക്കെ മുമ്പായിരിക്കും. എനിക്ക് ഓർമ്മയേ ഇല്ല. എന്തോ ചേച്ചി ഭയങ്കര ജാടയാണ്, ആ രീതിയിലൊക്കെ സംസാരിച്ചു. ഭയങ്കര ഭയങ്കര അഹങ്കാരം. ഇന്റർവ്യൂ അയക്കാൻ പറ അവരടുത്ത്. ആണോ? ചേച്ചി പറ, ഞാൻ ഇന്റർവ്യൂ അയക്കാൻ കണ്ടു കഴിഞ്ഞാൽ വിളിക്കാം. ഞാനും വിചാരിച്ചു നീ എന്നെ പറ്റി അങ്ങനെയൊക്കെ പറയോ, നമ്മൾ അത്ര ഇതായിട്ട് എപ്പോ തൊട്ടുള്ള ബന്ധം. ഇല്ല, ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ട് തന്നെ കൊറേ കാലമായി. ലാസ്റ്റ് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ ഇവർക്ക് ആർക്കാ, മൈൽ സ്റ്റോണിനായിരുന്നു. ആണോ? എന്നെ പറ്റിയും ചോദിച്ചില്ല അവര്? ഇല്ല, അവരൊന്നും ചോദിച്ചില്ല. അവര് ചോദിച്ച മുഴുവൻ സജിനെ പറ്റിയായിരുന്നു, എന്നെ പറ്റി പോലും അവരൊന്നും ചോദിച്ചില്ല. ആണോ? എനിക്ക് ആകെപ്പാടെ ഭയങ്കര വിഷമായി പോയടാ, അതാ ഞാൻ വിളിച്ചത്. എനിക്ക് കാരണം ഇത്ര ഇതായിട്ടേ നീ അങ്ങനെ പറയോ എന്നെ പറ്റി എന്നൊക്കെ ആയിപ്പോയി എനിക്ക്. ഇല്ല അല്ലേ? ഞാൻ ചോദിച്ചു അവരടുത്ത് അയച്ചു തരാണ്ട്. പക്ഷെ കണ്ടവരുണ്ടോ വിളിച്ചിട്ട് അയ്യോ ഞാൻ ഫസ്റ്റ് കണ്ടതാണ്, ഇപ്പൊ എവിടെന്ന് അറിയത്തില്ല. ഞാൻ ലിങ്ക് ചോദിച്ചു അവരടുത്ത്, ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. അതെ, ഞാനിവിടെ മൈൽ സ്റ്റോണിൽ ഇരിക്കുവാ, പ്രാങ്കാ. ചേച്ചി അയ്യോ പാവട്ട, ഞാൻ ഇവിടെ നിന്നുണ്ട്. നീയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുത്തത് മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ദൈവമേ, ഞാനിവിടെ നിന്നുണ്ട് വേർക്കുമായിരുന്നു. ഇവര് വിടുന്നില്ല, ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ, ഒരു ഫ്രണ്ടിനെ വിളിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞോണ്ട് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. പാവട്ടോ, നന്നായിരുന്നു. ശരി, എന്നാലും എന്നെ പറ്റി പറഞ്ഞ തീരെ മോശമായി പോയിട്ടോ.
ശരി ശരി, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. നീ പ്ലിങ് ഇതൊന്ന് മാറിക്കാം, മാറ്റിക്കാം. ശരി. പാവം പ്ലിങ്ങി പോയി. ഞങ്ങളും ഞാൻ അവസാനമായിട്ട് കൊടുത്ത മൈൽ സ്റ്റോൺ പാവട്ടോ. പക്ഷേ അങ്ങനെയാണ്. പുതിയ എന്തോ വെബ് സീരീസിന്റെ കാര്യമൊക്കെ ഒന്ന് വരണമെന്ന് പറഞ്ഞാണോ? ഒരു ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെബ് സീരീസ് ഭയങ്കര സംഭവമായിട്ടല്ല, ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ചെയ്തൊരു സംഭവം. സ്വന്തം ചാനൽ തന്നെയാണോ? അതെ, മേഘ്ന സ്റ്റുഡിയോ ബോക്സിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ ട്രെയിലർ ഇറങ്ങിയായിരുന്നു, കണ്ടായിരുന്നു? ഇന്നലെ കണ്ടായിരുന്നു രാത്രി. അതെ അതെ. അതൊരു ഫാമിലി കോമഡി സീരീസ് ആണ്. അതൊരു ഫാമിലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നല്ല കുടുംബം എന്നാണ് സീരീസിന്റെ പേര്. ഒരാൾ മാത്രം, ഞാൻ മാത്രമാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. പക്ഷെ മോസ്റ്റ്ലി ഞാൻ തന്നെയായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ടിന് ഞാൻ പുറത്തുനിന്ന് ആളെ വിളിക്കും. നമ്മുടെ ടീമായിട്ട് നമ്മൾ ചെയ്യും. ടീമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇനി ഞങ്ങളുടെ കൂടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ വരും കാലങ്ങളിൽ ഒരുപാട് നല്ല പ്രൊജക്റ്റും സീരിയലും സിനിമയൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചന്ദനമഴ എന്ന പരമ്പരയിലെ അമൃതയായിട്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ മേഘ്ന വിൻസെന്റിനെ കാണുന്നത്. അതിനുശേഷം വ്യക്തി ജീവിതത്തിലും കരിയറിലും മേഘ്നയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ചന്ദനമഴ എന്ന സീരിയലിലൂടെയാണ് മേഘ്ന വിൻസെന്റ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയത്. അമൃത അർജുൻ ദേശായി എന്ന കഥാപാത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘ്ന. അതിനുശേഷം തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടിവിയിലും എല്ലാം സജീവമായി. പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തി. ആ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടി വീഡിയോയും പങ്കുവച്ചിരുന്നു. സാന്ത്വനം 2ാം ഭാഗത്തിലാണ് മേഘ്ന വിൻസെന്റ് ഇപ്പോൾ തകർക്കുന്നത്. അമ്മയ്ക്കൊപ്പം രാമണി സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മേഘ്ന എത്തിയിരുന്നു. ചന്ദനമഴ സീരിയൽ കഴിയുന്നതിന് മുൻപ് തന്നെ സീരിയലിൽ നിന്ന് മേഘ്ന പിന്മാറിയിരുന്നു. മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘ്ന തന്നെയായിരുന്നു എന്നും അമൃത. സാന്ത്വനം 2ൽ മേഘ്നയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ ആദ്യം പറഞ്ഞിരുന്നില്ല. എന്നാൽ നല്ല രസകരമായ ഒരു കഥാപാത്രമായിട്ടാണ് മേഘ്ന എത്തിയത്. ദീപന്റെ ജോഡിയായിട്ടാണ് ഇപ്പോൾ സാന്ത്വനം 2ാം ഭാഗത്തിൽ മേഘ്ന ഉള്ളത്. നിരവധി ഇന്റർവ്യൂകൾ ഈ മടങ്ങി വരവിൽ മേഘ്ന കൊടുത്തിരുന്നു. ഒരു പാവം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഹോംലി ഗേൾ എന്നതിൽ നിന്ന് ഒരു ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടി എന്ന രീതിയിലേക്ക് തന്നെ തന്റെ അനുഭവങ്ങൾ വളർത്തിയെന്ന് മേഘ്ന പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിരവധി കാര്യങ്ങളാണ് മേഘ്നയ്ക്കുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ആരെയും വിശ്വസിക്കരുത് എന്ന് താൻ പഠിച്ചു എന്നൊക്കെ മേഘ്ന പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടും നിഷ്കളങ്കമായിട്ടുമാണ് മേഘ്ന ഓരോ ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്നത്. വലിയൊരു പരാജയം, ഒരു ഡിവോഴ്സ് ജീവിതത്തിൽ വന്നു. തന്റെ ഉറ്റ സുഹൃത്തിന്റെ സഹോദരനെയാണ് മേഘ്ന വിവാഹം ചെയ്തത്. അതായത് ഡിംപിളിന്റെ സഹോദരൻ ഡോണിനെയാണ് വിവാഹം ചെയ്തത്. ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല. വളരെ പണിപ്പെട്ടാണ് മേഘ്ന അതിൽ നിന്നും കയറി വന്നത്. ഡിപ്രഷനിലൊക്കെ വീണുപോയ മേഘ്നയെ സ്വന്തം അമ്മയാണ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ഇപ്പോൾ ഓരോ ഇന്റർവ്യൂവിലും താൻ കടന്നു വന്ന കാര്യങ്ങളെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും എല്ലാം മേഘ്ന പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഇന്റർവ്യൂ കാണുമ്പോൾ മേഘ്നയും തന്നെ നോക്കിയിരിക്കുന്ന അവതാരകനെയും നമുക്ക് കാണാൻ സാധിക്കും. മേഘ്നയോട് എന്തോ ഒരു സ്പാർക്ക്, ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും എന്തോ ഒരു സ്പാർക്ക് ഈ അവതാരകന് തോന്നിയിട്ടുണ്ടല്ലോ എന്നാണ് ആരാധകരും കമന്റ് ചെയ്യുന്നത്.